നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വയനാട് സഹായ പച്ചക്കറി ചന്ത മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ DYFI ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് TN പ്രതാപൻ. വിശദമായ വാർത്തകളിലേക്ക്. AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വയനാട് സഹായ പച്ചക്കറി ചന്ത റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തത്തിൽപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണമെന്നും വയനാട് ദുരന്ത പുനരധിവാസ ലോകത്തിന്റെ മുൻപിൽ കേരളം മാതൃകയാകണമെന്നും ദുരന്തഘട്ടങ്ങളിൽ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന ഒത്തൊരുമ മാനവികതയുടെ കൊടി അടയാളങ്ങളാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. ലോകത്തിന്റെ മുമ്പിൽ കേരളം അഭിമാനത്തോട് അവതരിപ്പിക്കാൻ പോകുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പുനരധിവാസത്തിന്റെ മലയാള മോഡലായിരിക്കും. ഈ പുനരധിവാസത്തോടുകൂടി നാം ചൂരൽമലയിൽ വയനാട്ടിൽ പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു. ചൂരൽമലയിലെ ക്യാമ്പുകളിൽ 17 ക്യാമ്പുകളിൽ അനാഥത്വത്തിന്റെ വേദനകളുമായി അന്തി ഉറങ്ങിയിരുന്ന മുഴുവൻ മനുഷ്യരെയും താൽക്കാലിക പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലികമായ വീടുകളിലേക്ക് നമുക്ക് മാറ്റാനായി. സ്ഥായിയായ പുനരധിവാസം നടക്കും വരെ അവരുടെ വീടുകളുടെ വാടക സമ്പൂർണ്ണമായി സർക്കാർ കൊടുക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അവർക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങളും ഭക്ഷ്യ കിറ്റുകളും ഉൾപ്പെടെ എല്ലാം നാം വിതരണം ചെയ്തു. സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്യുന്നതും നൽകുന്നതുമായ സഹായം അതിന് പുറമെയും ലഭ്യമാകുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. AIYF ആ ദുരന്ത ഭൂമിയിൽ സജീവമായിരുന്ന ഒരു യുവജന സംഘടനയാണ്. AIYFയുടെ നേതൃത്വത്തിലുള്ള ഭഗത് സിംഗ് ബ്രിഗേഡ് അഭിമാനത്തോടെ മരണപ്പെട്ട മനുഷ്യനെ, കാണാതായ മനുഷ്യനെ, ശരീരാവയവങ്ങൾ അച്ചുപോയ മനുഷ്യനെ, ഏറ്റവും അടിയന്തരമായി നൽകേണ്ട സേവനങ്ങളെ ഒക്കെ ഗണനാക്രമത്തിൽ കണ്ടുകൊണ്ട് ഓണനാളുകളിൽ ചേർത്തു പിടിക്കാം വയനാടിനെയും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പച്ചക്കറി ചന്ത ആരംഭിച്ചത്. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്കാണ് ധനസഹായം കൈമാറുക. കുട്ടനല്ലൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ സെപ്റ്റംബർ 2, 3 തീയതികളിലാണ് ചന്ത പ്രവർത്തിക്കുക. മതമോ രാഷ്ട്രീയമോ അല്ല, മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടതെന്നും മറ്റുള്ളവരുടെ സങ്കടങ്ങളും കണ്ണീരും കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണമെന്നും പ്രകൃതി ദുരന്തങ്ങൾ ചെറുക്കുവാൻ നമുക്ക് കഴിയില്ലെങ്കിലും അത്തരം ദുരന്തങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയുമെന്നും ആദ്യ വിൽപ്പന സ്വീകരിച്ച ശേഷം സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പറഞ്ഞു. AIYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് PG അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രസാദ് പാറേരി, ബിനോയ് ഷബീർ, കനിഷ്കൻ വല്ലൂർ, TR രമേഷ് കുമാർ, PD റെജി, T പ്രദീപ് കുമാർ, അഖിൽ PS തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണ്. ഇത്തരം വേദികളിൽ എൻ്റെ വാക്കുകൾക്ക് കാര്യമായ പ്രസക്തിയുണ്ടെന്ന് എനിക്കറിഞ്ഞു. പക്ഷേ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഒരു മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, മനുഷ്യത്വമാണ് എൻ്റെ മുന്നിൽ കാണുന്ന ഇതെല്ലാം. ഈ മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ തല കുടിക്കുകയാണ്. ഒരു പ്രതിഫലമില്ലാതെ ഇതിനു വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ അവർക്ക് എന്ത് നേട്ടം അവരുടെ വ്യക്തിപരമായിട്ട് ഇതിൽ നിന്ന് കിട്ടാനുണ്ട്? ഒന്നും തന്നെയില്ല. കുറേ സമയം കുറച്ച് കാശും കീസയിലുണ്ട്. പക്ഷെ അവരുടെ മനസ്സ് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുമ്പോൾ അതോ കണ്ണീരൊപ്പാൻ വേണ്ടി അവർ കാണിക്കുന്ന നമ്മുടെ അത് കേരളത്തിൻ്റെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് തന്നെ പറയുന്നു. പക്ഷേ കേരളത്തിൽ നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തം നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല.
അത് തന്നെ ഉണ്ടാകും, അത് വരുമ്പോൾ വരും, അത് നമ്മുടെ ഭാഗ്യക്കേടായിട്ട് കരുതും. പക്ഷെ അതിൽ നിന്ന് അതിനെ തരണം ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഒരു പുതുജീവൻ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാശുണ്ടായാൽ പോലും മനസ്സുണ്ടാവണം. പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ തുടരുവാനുള്ള അവകാശമില്ല എന്ന് കെ സുരേന്ദ്രൻ. കേരളം ഇന്നേ വരെ കേട്ടിട്ടില്ലാത്തത്ര ഗുരുതരമായ ആരോപണമാണ് ഭരണകക്ഷി MLA PV അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായി വിജയൻ സർക്കാർ രാജിവെക്കുകയാണ് വേണ്ടത്, സർക്കാരിനെ അധികാരത്തിൽ തുടരുവാനുള്ള അവകാശമില്ലെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇതിനെക്കുറിച്ച് ഒരക്ഷരവും ശബ്ദിക്കുന്നില്ല. കേരളത്തിൽ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത്, കൊലയാളി, മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നാണ് MLA പറഞ്ഞത്. സ്വർണ്ണ കള്ളക്കടത്തിനും കൊട്ടേഷൻ സംഘത്തിനും ക്രമസമാധാനം ചുമതലയുള്ള ADGP നേതൃത്വം നൽകുന്നുവെന്നത് ഞെട്ടിക്കുന്നതാണ്. ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നുവെന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത്. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാണ് PV അൻവർ MLAക്കെതിരെ നടപടിയെടുക്കാത്തത്? MLA വ്യാജ പ്രചരണമാണ് നടത്തുന്നതെങ്കിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് എന്താണ്? മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഫോൺ കോളുകൾ ADGP ചോർത്തിയതിലൂടെ രാജ്യത്തെ നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായതിനാൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം. ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. സർക്കാരിന്റെ ധാർമ്മികമായി അധികാരത്തിൽ തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം CMന്റെ ഓഫീസിലിരുന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള ADGPയും കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും രാജ്യദ്രോഹവും കൊലപാതകവും നടത്തുന്നുവെന്ന് ഭരിക്കുന്ന കക്ഷിയുടെ ഒരു MLA പറഞ്ഞാൽ ഈ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ തുടരാൻ എന്ത് അർഹതയാണുള്ളത്? MLA പറഞ്ഞത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം, ചോദ്യം ചെയ്യണം, അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് തയ്യാറാവണം. അദ്ദേഹത്തിന്റെ ധാരാളം ശാസ്ത്രീയമായ തെളിവുകളുണ്ടല്ലോ. ഫോണുകൾ ചോർത്താനും എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ആളുകൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള നടപടിക്ക് വിധേയമാക്കാമല്ലോ. അതുകൊണ്ട് അതിനെന്താണ് തയ്യാറാവാത്തത്? അപ്പോൾ ഇത് സർക്കാർ മൗനം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം PV അൻവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് സർക്കാർ മൗനം കൊണ്ട് സമ്മതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സർക്കാരിന് എങ്ങനെയാണ് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത്? ഞാന് ആരെയും വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം വേണം, ഈ സർക്കാർ രാജിവെക്കണം. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് DYFI പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളും. ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. DYFI പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് ഏറെ നേരം വാഹനങ്ങൾ കടത്തിവിട്ടു. തുടർന്ന് ടോൾ പ്ലാസയിൽ DYFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, സുകന്യ ബൈജു, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DYSP K സുമേഷ്, പുതുക്കാട് SHO V സജീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ജനങ്ങളുടെ രോഷം വലിയ തോതിൽ ഉയർന്നു വരികയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സമരം നടത്തിയതിന്റെ ഭാഗമായി ടോൾ കുറയോ എന്നുള്ളതാണ് ചിലർ ചോദിക്കുന്ന കാര്യം. ഇങ്ങനെ തുടരെ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് പല കരിനിയമങ്ങളും ഈ രാജ്യത്ത് ഇല്ലാതാക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ തുടരെ സമരം ചെയ്തിട്ട് ഈ ടോൾ എത്ര കാലം ഇതുപോലെ തന്നെ നിരുപാധികം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ആ ടോൾ നടപ്പിലാക്കാൻ കാരണക്കാരായ ഈ കേന്ദ്ര സർക്കാരിനെ തന്നെ, ഈ BJPയെ തന്നെ തകർത്ത് കളയുന്ന നിലയിലേക്ക് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഈ നാടിനകത്താകെ പടർന്നു കയറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ വളരെ സമാധാനപരമായി ഈ ടോൾ പ്ലാസയുടെ, ഈ കരാർ കമ്പനിക്കാരുടെ ഓഫീസിലേക്ക്, ഈ ചുങ്കപ്പിരിവുകാരുടെ ഓഫീസിലേക്ക് സമാധാനപരമായി DYFI നടത്തിയ ഒരു മാർച്ച്, ആ മാർച്ചുമായി കടന്നു വരുമ്പോ ഇവിടെ പോലീസുകാർ എന്ത് ചെയ്യാണ്?
ഡിവൈഎഫ്ഐയുടെ സമരക്കാരെ ലാത്തിക്കൊണ്ട് കുത്തുകയാണ്. പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ 24 മണിക്കൂർ ഈ യൂണിഫോം ധരിക്കുന്നവരല്ല, നിങ്ങൾ ഉൾപ്പെടെ ഇതിലൂടെ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഡിവൈഎഫ്ഐ സമരം നടത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ടോൾ പിരിവ് കമ്പനിക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ള, ഇത് വലിയ മാതൃകയായിക്കൊണ്ട് ഇപ്പോ തൊട്ടപ്പുറത്ത് നമ്മുടെ പന്നിയങ്കരയിലും ഇതുപോലെ തന്നെ ചുങ്കപ്പാറ പൊന്തിയിരിക്കുകയാണ്. നാൾക്ക് നാൾ ഈ ടോളിന്റെ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ BOTക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് എത്ര പണമാണോ ചെലവാകുന്നത് ആ പണത്തിന് ആനുപാതികമായി ടോൾ പിരിച്ചെടുക്കുക എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തോടുള്ള അവഗണന മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് TN പ്രതാപൻ. കേരളത്തിലെ കടലോര കായലോര പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതങ്ങൾ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും മത്സ്യബന്ധന യാനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസും ലൈസൻസ് ഫീസും 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അന്യായമായി ചൂഷണം ചെയ്യുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടലും കായലും തീരങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് കേരള സർക്കാർ പരസ്യ പിന്തുണ ചെയ്യുകയാണെന്നും ഫലത്തിൽ കടലും കായലും തീരങ്ങളും മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ അന്യവൽക്കരിക്കപ്പെടുന്നുവെന്ന ഈ നയങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീരദേശ ഹൈവേയുടെ പേരിൽ പിറന്ന മണ്ണിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുവാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്നും TN പ്രതാപൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് P. അശോകിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ദേശീയ പ്രസിഡന്റ് ആംസ്ട്രോങ് ഫെർണാണ്ടോ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ R. ഗംഗാധരൻ, മുനമ്പം സന്തോഷ്, AM അലാവുദ്ദീൻ, സംസ്ഥാന ഭാരവാഹികളായ പൊഴിയൂർ ജോൺസൺ, P. പ്രഭാകരൻ, R. രാജപ്രിയൻ, AR കണ്ണൻ, സുരേന്ദ്രൻ മരക്കാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരിച്ചറിയുന്നില്ല എന്നതാണ് സങ്കടം. ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ വികാരപരമായ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. മനുഷ്യനും മനുഷ്യത്വവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഭരണാധികാരികളെ, കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു, 12-13 കോടി രൂപയോളം ഈ ക്ഷേമനിധി ഓഫീസിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ക്ഷേമനിധി ആവശ്യങ്ങൾക്ക് കൊടുക്കാനുണ്ട്. 12-13 കോടിയോളം കൊടുക്കാനുണ്ട് കുടിശ്ശിക. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ സ്കൂളിൽ പഠിക്കാറുണ്ട്. അത് ദീവരന്റെ മക്കളായാലും മീൻ പിടിക്കാൻ പോണ മുസൽമാന്റെ മക്കളായാലും മീൻ പിടിക്കാൻ പോണ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാതി മതമില്ല. എല്ലാ മതത്തിലും പെട്ടവരും മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഹിന്ദു മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, മുസൽമാൻ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, ക്രിസ്ത്യാനി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ബംഗാൾ ഇവിടെ ഇപ്പൊ നമ്മുടെ പൊഴിയൂര് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ജയ്സന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബംഗാളികളും ബീഹാറുകാരും ഇപ്പൊ കേരളത്തിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അവർക്ക് ലംസംഗ്രഹനുണ്ട്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുപ്പത്ത് 2024 നടത്തി. പ്രസ്തുത പരിപാടി തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ ജാക്സ് ചാണ്ടി, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വുമൺ യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഫെബി കെവിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സഭയിലെ SSLC+2 ഡിഗ്രി മറ്റു നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിച്ചു. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ നന്ദി പ്രകാശിപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ ശ്രീ നിതിൻ സണ്ണി, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരായ പോൾ അഭിമലേഖ്, അരുൺ ടോണി, ലിൻസൺ എഡ്സൺ, ആൽബിൻ റോയ്, ജിസ് ഷാജി, ഗിഫ്റ്റൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. എരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ട്രസ്റ്റി സംഗമം സംഘടിപ്പിച്ചു. പള്ളി ഹാളിൽ സംഘടിപ്പിച്ച ട്രസ്റ്റി സംഗമം സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ കൊളംബ്രത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോൺസൺ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 68 കൈക്കാരന്മാരെ പരിപാടിയിൽ മെമന്റോ നൽകി ആദരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ KT ബാബു, MD ബാബു, CR ഷൈജൻ, KL ബിജു, KA ഇനാശു, സിസ്റ്റർ മേഴ്സി, ബ്രദർ പ്രിൻസ് ചിറ്റിലശ്ശേരി, MD ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് സെപ്റ്റംബർ 4-ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സെപ്റ്റംബർ 4-ന് ബുധനാഴ്ച സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മദ്ഹൂർ റസൂൽ കോൺഫറൻസിന്റെയും പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിലുള്ള റബിയ ക്യാമ്പയിന്റെയും ഉദ്ഘാടനം സമസ്ത കേരള ജംഇയത്തുൽ ഉൽമ പ്രസിഡന്റ് സയ്യിദുൽ ഉൽമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ തുടങ്ങിയവർ നിർവഹിക്കും. പാണങ്ങാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമസ്ത കേന്ദ്ര മുഷാവർ അംഗവും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ സലാം സഖാവി പ്രമേയ പ്രഭാഷണവും പ്രമുഖ പ്രഭാഷകൻ മുസ്തഫ ഹുദ്ഗി ആങ്കോട് മദ്ഹൂർ റസൂൽ പ്രഭാഷണവും നിർവഹിക്കും. സമസ്ത ജില്ലാ പ്രസിഡന്റ് NV അബ്ദുൾ ഖാദിർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രഥമ പ്രാർത്ഥനയ്ക്ക് SMF ജില്ലാ ട്രഷറർ ഡോക്ടർ CK കുഞ്ഞിത്തങ്ങൾ, സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത ജില്ലാ ട്രഷറർ സുലൈമാൻ ധാരിദി ഏലംകുളവും നേതൃത്വം നൽകും. സംഘാടക സമിതി വർക്കിംഗ് കൺവീനർ ഷഹീർ ദേശമംഗലം നന്ദി പറയും. മഹൽ മദ്രസ തലത്തിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന മദ്ഹൂർ റസൂൽ കോൺഫറൻസിന് വിപുലമായ ഒരുക്കങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പരിപാടിയുടെ മുഖ്യ ആകർഷകമായ ഗ്രാൻഡ് മൗലിദ് സദ്സ്
കാലത്ത് 9-ന് ആരംഭിക്കുന്നതാണ്. ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് SYS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നബിദിന വിളംബര ജാഥയും നടത്തുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ബഷീർ ഫൈസി ദേശമംഗലം, അൻവർ മുഹിയദ്ദീൻ ഖുദ്വി, ഷഹീർ ദേശമംഗലം, KSM ബഷീർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. പാണഞ്ചേരി പഞ്ചായത്തിലെ വടക്കുംപാടം തമ്പുരാട്ടിപ്പടി റോഡിലേക്ക് മുള മറിഞ്ഞു വീണു. ബൈക്ക് യാത്രക്കാരനും 2 കാൽനട യാത്രക്കാരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബൈക്കിൽ റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന തമ്പുരാട്ടിപ്പടി സ്വദേശി ജെയിംസിന്റെ ഏതാനും അടി മുന്നിലാണ് മുള വീണത്. മുള വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കാരണം പെട്ടെന്ന് ബൈക്ക് നിർത്തി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ സമയം ആ റോഡിലൂടെ കാൽനടയായി വന്നിരുന്ന 2 സ്ത്രീകളും ഈ അപകടത്തിൽ നിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഈ റോഡിലേക്ക് മരങ്ങളുടെ ശിഖിരങ്ങൾ ഏതു സമയത്തും വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത് എത്രയും വേഗം മുറിച്ചു നീക്കണമെന്ന് അപകടത്തിൽ രക്ഷപ്പെട്ട ജെയിംസ് ആവശ്യപ്പെട്ടു. ഓണം സീസണിൽ പൊതുജനങ്ങളെ കബളിപ്പിച്ച് ലൈസൻസോ അളവ് ഉപകരണങ്ങളോ ഇല്ലാതെ വിലകൾ നിശ്ചയിക്കാതെയും റോഡരികിൽ കച്ചവടം നടത്തുന്നത് സർക്കാർ നിരോധിക്കണമെന്ന് ഓൾ കേരള ഫ്ലവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ കൃഷിഭവൻ മുഖാന്തരം ഓണക്കാലത്ത് മാത്രം നടത്തിവരുന്ന പുഷ്പകൃഷി അവസാനിപ്പിച്ചുവെന്നും പൂവിളവെടുപ്പ് നടത്തുന്ന രീതിയിൽ മുന്നോട്ടു പോകണമെന്നും വിതരണം അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ NR ജഗജീവൻ, ഉണ്ണികൃഷ്ണൻ, AK ദിനേശൻ, AP സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുമ്മാട്ടി മഹോത്സവത്തിന്റെ ആശങ്കകൾക്ക് വിരാമമായി. കുമ്മാട്ടിക്കളിയുടെ ഈറ്റില്ലമായ കിഴക്കുംപാട്ടുകര ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി സംഘത്തിന്റെ ബ്രോഷർ പ്രകാശന കർമ്മം പ്രശസ്ത പാവക്കൂത്ത് കഥകളി കലാകാരനും പാറമേക്കാവ് ക്ഷേത്രം സൂപ്രണ്ടുമായ ശ്രീനിവാസൻ കുന്നമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കുമ്മാട്ടി സംഘം പ്രസിഡന്റ് പ്രശാന്ത് കൊല്ലുള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദീപക് AV, ആനന്ദ് ഗോപുരത്തിങ്കൽ, സുരേഷ് ഹിമാസ്, ഷോബിൻ തോമസ്, പ്രശാന്ത് KK, മിൻഡോ ആലപ്പാട്ട്, KK പ്രവീൺ, അഭിലാഷ് രവീന്ദ്രൻ, ആന്റണി ജോബി തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 17-നാണ് കുമ്മാട്ടി മഹോത്സവം അരങ്ങേറുക. തള്ളേ തള്ളേ എങ്ങട പോണു, കരളിക്കാവിന് നെല്ലിനു പോണു, അവിടുത്തെ തമ്പുരാൻ എന്തു പറഞ്ഞു, തലാം വരൂ കുത്താം വരൂ, ഓടി ഒളിച്ചു കൈതക്കാട്ടിൽ, കൈത എനിക്കൊരു പൂവ് തന്നു, പൂവ് കൊണ്ടുപോയി മാളത്തിൽ വെച്ചു, മാളം എനിക്കൊരു കയറ് തന്നു, കയറെ കൊണ്ടുപോയി കാളെ കെട്ടി, കാള എനിക്കൊരു കുന്തി തന്നു, കുന്തി കൊണ്ടുപോയി വാഴക്കിട്ടു, വാഴ എനിക്കൊരു പുര തന്നു, പുര കൊണ്ടുപോയി പത്താളത്തിൽ വെച്ചു, പത്താളം എനിക്കത് പഠിപ്പിച്ചു തന്നു, പഴം കൊണ്ടുപോയി ചേച്ചിക്ക് കൊടുത്തു, ചേച്ചി എനിക്കൊരു ഉരുള തന്നു, ഉരുള കൊണ്ടുപോയി പട്ടിക്ക് കൊടുത്തു, പട്ടി എനിക്കൊരു കരിയും തന്നു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ
സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AATUC സെപ്റ്റംബർ 7 തൃശൂർ DDE ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചഭക്ഷണ തൊഴിലാളികളെ സ്ഥിര ജീവനക്കാരായി അംഗീകരിച്ച് പെൻഷനും ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക. സംസ്ഥാന സെക്രട്ടറി PG മോഹനൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. KN രഘു, VK ലതിക, CU ശാന്ത, ഷൈനി ബാബു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ PG മോഹനൻ, VK ലതിക, CU ശാന്ത, ഷൈനി ഷിബു, ബാബു ചിങ്ങനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ പ്രവർത്തക യോഗവും CR ജയൻ അനുസ്മരണ ദിനവും ജില്ലാ കമ്മിറ്റി അംഗം പങ്കജം ബാലൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ CB രാജു അധ്യക്ഷത വഹിച്ചു. ബിന്ദു ബെന്നി, CR ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘടനാ പ്രവർത്തനം, ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അമൃത രാജൻ, ഷീജ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. PG ബിനേഷ് സ്വാഗതവും TV ബാബു നന്ദിയും രേഖപ്പെടുത്തി. അംഗത്തിന് എല്ലാ കാര്യം അറിയണമെന്നില്ല. അതേപോലെ തന്നെ നമുക്കിപ്പം മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇന്നും മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ SHGകളിൽ കൊണ്ടു തരുന്നതാണ്. പക്ഷെ പണ്ടൊക്കെ ഈ സംഘടന തുടങ്ങിയ ആ അവസരത്തിൽ ജയൻചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, സൈക്കിൾ ചവിട്ടിയാണ് ഓരോ ഏരിയയിലേക്കും നമ്മുടെ മെമ്പർഷിപ്പ് അവർ എത്തിക്കാറ്. അന്ന് വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ പ്രവർത്തന രംഗത്ത്. ഇന്ന് നമുക്ക് SHGകളായി അതിൽ കൺവീനർ, ജോയിൻറ്റ് കൺവീനർ കൂടാതെ പല ആൾക്കാരും പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കിന്ന് നമ്മുടെ മെമ്പർഷിപ്പ് നമ്മുടെ സംഘങ്ങളിലേക്ക് എത്തിച്ചു തന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വയനാട് സഹായ പച്ചക്കറി ചന്ത മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ടോൾ നിരക്ക് വർധനയ്ക്കെതിരെ DYFI ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷം. മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് TN പ്രതാപൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.